എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വാർത്തകളാണ്. ഇറാനെ സൈനികമായി തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് യുദ്ധത്തിന് പുറപ്പെട്ട ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ അപ്രതീക്ഷിതമായി യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് വെറും ഒരു പിന്മാറ്റമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആധിപത്യം അവസാനിക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. ഈ തകർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ലോകശക്തികളായ ബ്രിട്ടനും ഫ്രാൻസും ഈ യുദ്ധത്തിൽ നിന്നും നേരത്തെ തന്നെ കൈകഴുകിയത് എന്നാണ് വ്യക്തമായി വരുന്നത്. അതോടൊപ്പം നെതന്യാഹു ഇന്നലെ പെട്ടെന്ന് തന്നെ ഒരു മെഡിറ്ററേനിയൻ പൈപ്പ് ലൈൻ പദ്ധതിയുമായി വന്നതിൻ്റെയും ഇറാന്റെ 90% ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചിരിക്കുന്നതിനാൽ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കും എന്ന് പറയുന്നതും യുദ്ധത്തിൽ നിന്നും വളരെ തന്ത്രപരമായി നാണക്കേടില്ലാതെ പിന്മാറാനുള്ള അവരുടെ തിടുക്കമായും കാണേണ്ടതുണ്ട്. ഇറാന്റെ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ വീമ്പിൽ നിന്നും അമേരിക്ക പതിയെ പിൻവലിയുന്നതും ഇതോടൊപ്പം നമുക്ക് കാണാൻ കഴിയും. ഇറാൻ അജയ്യമായി ഇപ്പോഴും യുദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അവർക്ക് വാക്കുകളൊന്നുമില്ല, പകരം ആ സമയം കൂടി ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആസ്തികളെയും നശിപ്പിക്കുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ നിലപാടുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങി 32 രാജ്യങ്ങളുടെ ഒരു സഖ്യമാണ് നാറ്റോയുടേത്. ഏത് ആപത്ഘട്ടത്തിലും അമേരിക്കയ്ക്കൊപ്പം ചങ്ക് പറിച്ചു നിൽക്കുമെന്ന് പറയുന്ന കൂടപ്പറപ്പുകളുടെ സഖ്യമായ നാറ്റോ. ഈ സഖ്യം ലോകത്ത് 20ലധികം രാജ്യങ്ങളെയാണ് യുദ്ധം കൊണ്ടും ഉപരോധങ്ങൾ കൊണ്ടും ഇതുവരെ തകർത്തിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇക്കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ, ലിബിയ, സിറിയ ഇവയൊക്കെ പേരെടുത്ത് പറയേണ്ട രാജ്യങ്ങളാണ്. ഇവിടങ്ങളിൽ യുദ്ധവും ഭരണകൂട അട്ടിമറികളും മാത്രമല്ല, ഒരു പൂർണ്ണമായ അരാജകത്വം കൂടി വിതച്ചുകൊണ്ടാണ് ഈ സംഘം പിന്മാറിയത്. പിന്നെ വിയറ്റ്നാം, യമൻ, ഗ്വാട്ടിമാല, ചിലി, വെനിസ്വേല, ക്യൂബ, അതുപോലെ നോർത്ത് കൊറിയ തുടങ്ങി കുറെ രാജ്യങ്ങളെ യുദ്ധം കൊണ്ടല്ലെങ്കിലും രാജ്യത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ തകർത്ത് കളയാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാലങ്ങളോളമായുള്ള ഉപരോധം കൊണ്ട് നശിച്ചു എന്ന് കരുതിയിരുന്ന ഇറാൻ തന്നെ ഈ കൊള്ളസംഘത്തെ ഭിന്നിപ്പിക്കുകയും തോറ്റോടിക്കുകയും ചെയ്യുന്നത് അവിശ്വസനീയതയോടെയാണ് ഇപ്പോൾ ലോകം വീക്ഷിക്കുന്നത്. ഇതുവരെ അമേരിക്കയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചവരാണ് ബ്രിട്ടനും ഫ്രാൻസും. എന്നാൽ ആ ചിത്രം ഇന്ന് മാറിയിരിക്കുകയാണ്. ബ്രിട്ടൻ തങ്ങളുടെ നാവിക വ്യൂഹത്തെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും പിൻവലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഫ്രാൻസ് ആകട്ടെ ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നും നയതന്ത്ര ചർച്ചകൾ വേണമെന്നും പരസ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. സ്പെയിൻ അവരുടെ ആകാശം പോലും അമേരിക്കൻ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം കൊണ്ട് തകർന്നടിഞ്ഞ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇറാനുമായിട്ടുള്ള ഒരു നീണ്ട യുദ്ധം താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാരണം. ഇതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ പെട്ടെന്ന് പിൻവലിയുന്നതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യവും. ഒരിക്കലും മുടക്കുമുതൽ തിരിച്ചു കിട്ടാത്തതാണ് യുദ്ധം എന്ന് ഇറാഖിനെ ആക്രമിച്ചതിലൂടെ യൂറോപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ ചിലവ് പോലും ഇന്നേ വരെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുത്തിട്ടില്ല. എന്നാൽ അമേരിക്ക ഈ ഇറാഖിൻ്റെ സ്വർണ്ണമെല്ലാം കട്ടുകൊണ്ടുപോയി അവർ ശരിക്കും പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, യൂറോപ്പ് ചിന്തിക്കുന്നത് ഇറാന്റെ മിസൈലുകൾ മെഡിറ്ററേനിയൻ കടലിലെ തങ്ങളുടെ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്നാണ്. ഈ അപകടം ബ്രിട്ടനും ഫ്രാൻസും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധവും സാമ്പത്തിക പ്രതിസന്ധി ഭയന്ന് ഇസ്രായേലിനെയും അമേരിക്കയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ സുരക്ഷിതമായി. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ തടി ഊരിയതും. അതുപോലെ തന്നെ ട്രംപിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു ഇറാന്റെ എണ്ണ സ്രോതസ്സിന്റെ കേന്ദ്രമായ ഖാർഗ് ദ്വീപ് തകർക്കും എന്നുള്ളത്. എന്നാൽ ട്രംപ് ഇന്ന് ആ വാക്കുകളിൽ നിന്നും പിന്മാറുകയാണ്. ഇതിന് കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ ഉരുക്കുകോട്ടയായ ഡീഗോ ഗാർസിയ ആക്രമിക്കപ്പെട്ടതിന്റെ ചളിപ്പ് മാറ്റാനാണ് ഇറാന്റെ എണ്ണ കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കും എന്ന ആശയം ട്രംപ് ലോകത്ത് പ്രചരിപ്പിച്ചത്. കേവലം 3000-ഓ 5000-ഓ കാലാൾപ്പട ഇറക്കി ഈ ഇറാന്റെ ഖാർഗ് ദ്വീപ് പിടുത്തം അസാധ്യമാണെന്ന് ട്രംപിന് നേരത്തെ തന്നെ അറിയാവുന്നതുമാണ്. എന്നിട്ടും അയാൾ ഇക്കാര്യം തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വാക്കുകളിൽ നിന്നും ട്രംപ് ഇപ്പോൾ പിന്നോട്ട് മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ സൈനിക താവളം പോലും ഇറാന്റെ മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തെളിയിച്ചിടത്താണ് ഖാർഗ് ദ്വീപ് പിടിക്കും എന്ന തള്ള് ട്രംപ് നടത്തിയിട്ടുള്ളത്. അത് വിശ്വസിക്കാൻ നെതന്യാഹു മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ എന്നതാണ് സത്യം. അഥവാ ഈ ദ്വീപിന് നേരെ ആക്രമണം നടന്നാൽ തിരിച്ചടിയായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്നും സൗദിയിലെയും UAE-യിലെയും എണ്ണപ്പാടങ്ങൾ തകർക്കുമെന്നും ഉള്ള കാര്യം ഉറപ്പു തന്നെയാണ്. ഇത് ലോകത്ത് എണ്ണവില ബാരലിന് $200 മുകളിൽ എത്തിക്കും. ഇതിലൂടെ അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടുകയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ഒക്കെ ചെയ്യും. ഈ റിസ്ക് എടുക്കാൻ ട്രംപ് ഇപ്പോൾ തയ്യാറല്ല. ചുരുക്കത്തിൽ സൈനികമായി ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ്.
യുദ്ധകളത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോഴാണ് നെതന്യാഹു ഇപ്പോൾ പുതിയൊരു സാമ്പത്തിക ആയുധം പുറത്തെടുത്തത്. അത് മെഡിറ്ററേനിയൻ എണ്ണ പൈപ്പ് ലൈനാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അത് തുറന്നു കിട്ടാൻ ഇവരെ കൊണ്ടാവുന്ന പണി മുഴുവൻ നോക്കിയിട്ട് നടക്കാതെ വന്നതുകൊണ്ട് ഈ കടലിടുക്കിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സൗദിയിലൂടെയും ജോർദാനിലൂടെയും ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിക്കുക, അവിടെ നിന്ന് പൈപ്പ് വഴി നേരിട്ട് യൂറോപ്പിലേക്ക് വിടുക എന്നൊക്കെയാണ് ഇയാളുടെ ഈ നടക്കാത്ത സ്വപ്നമുള്ളത്. ഇതിൽ നെതന്യാഹുവിന്റെ ഗൂഢലക്ഷ്യങ്ങൾ പലതാണ്. ഇറാന്റെ പ്രസക്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. പിന്നെ ഈ ഹോർമുസ് കടലിടുക്കലിന്റെ നിയന്ത്രണം വഴി ഇറാൻ നടത്തുന്ന ഭീഷണി ഇല്ലാതാക്കുക. അതുകൂടാതെ ഇസ്രായേൽ എന്ന രാജ്യം ഗൾഫ് എണ്ണ വിപണിയുടെ അവിഭാജ്യ ഘടകമാക്കുക എന്നുള്ളതൊക്കെയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വിൽക്കാൻ ഇസ്രായേലിന്റെ ഭൂമി വേണമെന്ന സാഹചര്യം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെതിരെ തിരിയില്ല എന്ന് നെതന്യാഹു കണക്കുകൂട്ടുന്നു. ഇത് ഇസ്രായേലുമായിട്ടുള്ള അബ്രഹാം ഉടമ്പടിയിലേക്ക് ഗൾഫ് രാജ്യങ്ങളെ തനിയെ വന്നു കയറ്റാനുള്ള ഒരു ഇസ്രായേലിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ കണക്കൂട്ടലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് നടപ്പിലാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തീറ്റ എറിഞ്ഞു കൊടുത്താൽ ഇസ്രായേലിന്റെ വലയിലേക്ക് ചെന്നെത്തുന്ന ചെറുമീനുകളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയും ഖത്തറും തങ്ങളുടെ എണ്ണ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലൂടെ കടത്തിവിടാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. അതിലുപരി ഈ പദ്ധതിക്കുണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. ആയിരക്കണക്കിന് മൈലുകൾ നീളുന്ന ഈ പൈപ്പ് ലൈൻ മരുഭൂമിയിലൂടെയും മറ്റു രാജ്യങ്ങളിലൂടെയും കൊണ്ടുപോകുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. തന്നെയുമല്ല, ഇറാന്റെ പ്രോക്സികളുടെ ആക്രമണം ഈ പൈപ്പ് ലൈനുകൾക്ക് നേരെയാവും പിന്നീട് ഉണ്ടാവുക. ശരിക്കും നെതന്യാഹു ഈ ആശങ്കകളൊക്കെ പറയുന്നത് അയാളുടെ വിശാല ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ തന്നെ നിലനിൽപ്പിന് പാടുപെടുമ്പോഴാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അയാളുടെ ഈ വാക്ക് ഇന്ന് വെറും പരിഹാസ്യമാവുകയാണ്. പിന്നെ ഇപ്പോഴത്തെ അവസരത്തിൽ ഇത് പറയുന്നത് ശക്തി ക്ഷയിച്ച ഇസ്രായേലിനും അമേരിക്കയ്ക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറാൻ ആക്രമണം തുടർന്നാൽ പോലും തിരിച്ചടിക്കാതെ പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് മെഡിറ്ററേനിയൻ പൈപ്പ് ലൈൻ എന്ന പിടിവള്ളിയിൽ തൂങ്ങി യുദ്ധത്തിൽ നിന്നും പിന്തിരിയാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രമായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ വല്ലാതെ തളർന്നിരിക്കുകയാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട സാമ്പത്തിക ഭാരത്തിന്റെ കടം വീട്ടാൻ ഇരു രാജ്യങ്ങളും ഇനി ഒരുപാട് നാൾ കഷ്ടപ്പെടേണ്ടി വരും. വെനിസ്വേലൻ എണ്ണ അമേരിക്കയെ ഒരുപക്ഷെ രക്ഷിച്ചേക്കാം. എന്നാൽ ഇസ്രായേൽ അറബികളോട് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. അവർ സാമ്പത്തികമായി തീരെ തളർന്നിരിക്കുകയാണ്. രാജ്യം പുനർനിർമ്മിക്കണം. അതിന് പണത്തിന്റെ ആവശ്യമുണ്ട്. അത് ആര് കൊടുക്കും എന്നുള്ള കാര്യം ഇസ്രായേലിന് പോലും നിശ്ചയമില്ല. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്തത് എന്ന ചോദ്യത്തിന് ചില വലിയ കൊള്ളകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും തലവൻ തന്നെ ചിലപ്പോൾ പിടിക്കപ്പെടുകയോ അതല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യാറില്ലേ. അതോടെ ആ കൊള്ളസംഘവും അവസാനിക്കും. അതുപോലെ അമേരിക്കൻ കൊള്ളസംഘത്തിന്റെ പിടിയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ മോചനം പ്രാപിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് ഇന്ത്യക്കാർ ആനന്ദിക്കാൻ തുടങ്ങുന്നത് വെറുതെയാണ്. മിഡിൽ ഈസ്റ്റിലെ എണ്ണയിൽ കൈകടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ട്രംപ് അടുത്തതായി വരുന്നത് ഇന്ത്യൻ കമ്പോളത്തിലേക്കായിരിക്കും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വാർത്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.